അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. 66,240 പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 1000 രൂപ വീതം അംഗൻവാടി വർക്കർമാര്, ഹെൽപ്പർമാര് അവരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിക്കുന്നു. 1000 രൂപ വീതം പ്രതിമാസം വർദ്ധിപ്പിക്കുമ്പോൾ 66,240 പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. അതിന് പ്രതിവർഷം 934 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനു മുൻപ് 2024 ഓണറേറിയം വർദ്ധിപ്പിച്ചത്. സാക്ഷരതാ പ്രേരക്മാരുടെ അവരെ തുടർ വിദ്യാകേന്ദ്രം നോഡൽ പ്രേരക്മാർ അവരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപയായി വർദ്ധിപ്പിക്കും. ഈ ഇനത്തിൽ പ്രതിവർഷം 5,50,00,000 രൂപയാണ് അധികമായി ചെലവാകുക. ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചെലവാകുന്നത്. അതായത് ആശാവർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം 250 കോടി രൂപയുടെ ചെലവുണ്ടാകും. ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും. സംസ്ഥാനത്താകെ 13,327 പാചക തൊഴിലാളികളാണുള്ളത്. ഇവരുടെ പ്രതിദിന കൂലി 50 രൂപ വർദ്ധിപ്പിക്കും. ഈ ഇനത്തിൽ പ്രതിവർഷം 16 കോടി രൂപയുടെ അധിക ചെലവ് വരും. പ്രീ പ്രൈമറി ടീച്ചർമാരും ആയമാരും ഇവരുടെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. ഈ ഇനത്തിൽ പ്രതിവർഷം 5,72,00,000 രൂപ അധികമായി ചെലവ് വരും. ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി 2,000 രൂപ വർദ്ധിപ്പിക്കുന്നു. ഈ ഇനത്തിൽ പ്രതിവർഷം 2,07,00,000 രൂപയാണ് ചെലവ് വരിക. റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 180 രൂപയിൽ നിന്നും 200 രൂപയാക്കി ഉയർത്തും. ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരള പിറവി ദിനമായ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് നടപ്പിലാക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കും. നവംബർ 1 മുതൽ ഇതെല്ലാം നടപ്പിലാവുകയാണ്. ഇതോടൊപ്പം നെല്ലിന്റെ സംഭരണ വില ഇപ്പോ 28 രൂപ 20 പൈസയാണ്. അതിൽ നിന്ന് ആ സംഭരണ വില 30 രൂപയായി വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചത്. കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാർ പ്രധാനമായി കാണുന്നത്. അതുകൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് ഈ വർദ്ധിച്ച ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നത്. ഇതിനു പുറമെ മറ്റ് ചില നടപടികൾ കൂടി അറിയിക്കാനുണ്ട്. കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ പെൻഷൻ അത് കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. ആ കുടിശ്ശിക കൊടുത്തു തീർക്കും. ഇതിന് വേണ്ടിവരുന്ന തുക 992 കോടി രൂപയാണ്. ഇത് കണ്ടെത്താൻ വായ്പയെടുക്കും.
കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കും. ഇതിന് 24,60,00,000 രൂപയാണ് ആവശ്യമായി വരുന്നത്. ഈ തുക അധിക അംശാദായമായി സർക്കാർ ഈ വർഷം നൽകും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, അധിക ധനസഹായം, 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, ഇവയ്ക്ക് സംസ്ഥാന വീതം 18,20,00,000 രൂപ ഒറ്റത്തവണയായും അധിക ധനസഹായമായി 220,25,00,000 രൂപയും അനുവദിക്കും. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 40,35,00,000 രൂപ ഒറ്റത്തവണയായി അനുവദിക്കും. മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് 25 കോടി രൂപ അനുവദിക്കും. സ്കോളർഷിപ്പ് ഇനത്തിൽ ആകെ 303,80,00,000 രൂപയാണ് അനുവദിക്കുക. വകുപ്പുകളുടെ ബജറ്റ് വിഹിതത്തിൽ നിന്നും നൽകുന്ന ധനസഹായ പദ്ധതികൾ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുന്നതിനായി 498,36,00,000 രൂപ അധികമായി നൽകും. തണൽ പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള ധനസഹായം 207,40,00,000 രൂപ. ഖാദിത്തൊഴിലാളികൾക്കുള്ള പൂരക വരുമാന പദ്ധതി 44 കോടി രൂപ. ഖാദി സ്ഥാപനങ്ങൾക്കും ഖാദി ബോർഡിന് കീഴിലുമുള്ള പ്രോജക്റ്റുകൾക്ക് അനുവദിക്കുന്ന റിബേറ്റ് 58 കോടി രൂപ. ഖാദി തൊഴിലാളികൾക്കുള്ള ഉത്സവ ഭത്തയും ഉൽപാദന